عليكم ورحمة الله وبركاته. أهل المحبة والمودة غابوا هذا الزمان تفرق الأحباب. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പരസ്പരം ഇമ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് മലയാളി കവികൾ കുടുംബജീവിതം എന്ന് വിശേഷിപ്പിച്ചത്. പരസ്പരം കൂടുമ്പോൾ അവിടെ സ്നേഹവും സൗഹാർദ്ദവും രൂപപ്പെടണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ ഇന്ന് പല വീടുകളിലും പ്രശ്നങ്ങളുടെയും തർക്കങ്ങളുടെയും ഉത്ഭവമായി ഇത്തരം കുടുംബ പ്രശ്നങ്ങളാണ് കാരണം നമ്മൾക്ക് വായിക്കാൻ കഴിയുമ്പോൾ. ഇസ്ലാം ഇവിടെയെല്ലാം നോക്കിക്കാണുന്നത് ഇസ്ലാമിന്റെ ആജ്ഞകൾ പരസ്പരം ബന്ധം ചേർക്കാനാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം നമുക്ക് പറയുന്നത്. ഖുർആനിന്റെ ആയത്തുകളിലൂടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും അവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ അധികരിച്ചു വരുന്ന മരണങ്ങളുടെയും ആത്മഹത്യ കേസുകളുടെയും ഒളിച്ചോട്ടത്തിന്റെയും പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്നത് ഇത്തരം കുടുംബ പ്രശ്നങ്ങളാണ്. പരസ്പരം നമ്മുടെ അഹിലുകാരോട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോടുള്ള കടമകൾ അത് വീട്ടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടുകാരാണ്, മാതാപിതാക്കളാണ്. അസ്മാ ബിൻത് അബൂബക്കർ എന്നവർ കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മീ ഖദിമത അലി വഹിയ റാഗിബ. എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലേക്ക് കടന്നു വരാറുണ്ട് നബിയേ. എൻ്റെ ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്. എൻ്റെ ഉമ്മ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഞാനാണെങ്കിൽ അങ്ങയുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവളാണ്. എൻ്റെ ഉമ്മയാണെങ്കിൽ ഇപ്പോഴും മുസ്ലിമാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് ബന്ധം ചേർക്കണോ? ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നിന്റെ ഉമ്മ ഒരു അമുസ്ലിമായതിന്റെ പേരിൽ നിന്റെ ബന്ധം നീ വേർപ്പെടുത്തല്ലേ എന്നാണ്. ഒരു അമുസ്ലിമായ ഉമ്മയോട് പോലും ഒരുപാട് കടമകൾ പഠിപ്പിച്ചു തരുമ്പോ അതിരാവിലെ നമ്മ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ഉമ്മ അത് ദായ്മകളിൽ കണ്ടാൽ അരുതേ എന്ന സ്നേഹത്തോട് നമ്മൾ തിരുത്തി തരുന്ന നമ്മുടെ ബാപ്പ ഇസ്ലാമിന്റെ ശർഈയായ ഹുക്മുകളിൽ ഒരുക്കി നിർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയോട്, ഒരുപാട് പ്രയത്നിക്കുന്ന നമ്മുടെ ഉപ്പയോട് എത്രമാത്രം കടമകളാണ് നമുക്ക് ബാക്കി നിൽക്കുന്നത്. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ബാപ്പയോട്, നമ്മുടെ വീട്ടുകാരോടുള്ള ബന്ധം നമ്മൾ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. പിണങ്ങിപ്പോയ ആളുകൾ ആ പിണക്കത്തെ ഇടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ ഒരാൾ പരാതിപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നലീ ഖറാബ, എനിക്കൊരു കുടുംബമുണ്ട് നബിയേ, അസ്ലുഹും വയഖ്തഊനി, ഞാൻ അവരോട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വഅഹ്സിനു ഇലൈഹിം, അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കരുതിയാൽ വയുസീഊന ഇലൈഹി, അവരെന്നെ മോശമായി ചിത്രീകരിക്കുകയാണ്. ഞാൻ അവരോട് മോശമായി പെരുമാറുന്നത് പോലെയാണ് എന്നോട് സമീപിക്കുന്നത്. അവരുടെ ചെയ്തികളെല്ലാം മറന്നു കളയാമെന്ന് കരുതിയാൽ അവർ എന്റെ പ്രയാസത്തെ മനസ്സിലാക്കാതെ പോവുകയാണ്. എന്റെ ത്യാഗത്തെ അവർ കണ്ണടച്ച് കാണുകയാണ്. എനിക്കെന്താണ് നബിയെ പരിഹാരമെന്ന് ചോദിച്ചു വന്ന പതികനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലൈൻ കുന്ത കമാ ഖുൽത ഫകന്നമാ തുസിബ്ബു
തുസിഫ്ഹുൽ മൽ വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹി മാ ദുംത അലാ ദാലിക്. നിന്റെ കുടുംബക്കാരൻ നിന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശമായ രീതിയിലാണ് പെരുമാറുന്നത്, പക്ഷേ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അവരോട് സ്നേഹത്തോടെ പെരുമാറണേ, അവരോട് നീ നിന്റെ നല്ല സൽ സ്വഭാവം പ്രകടിപ്പിക്കണേ എന്നായിരുന്നു അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. നമ്മുടെ കുടുംബക്കാരായ ആളുകളോട് ഒരുപാട് കടമകൾ നമുക്കുണ്ടാകുമ്പോൾ അവയെല്ലാം ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് മാത്രമല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം കൂടി നമുക്ക് നൽകുകയാണ്. അവർക്ക് എപ്പോഴും ഗുണം ചെയ്തിരുന്നാൽ നേട്ടമാ, ഐശ്വര്യം അതിനാൽ വന്നിടും നബി വാക്യമാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ തങ്ങൾ ഒരു കിസ്സ പറഞ്ഞു കൊടുക്കുകയാണ്. ദഖൽതുൽ ജന്ന, അല്ലയോ ആയിഷ, ഞാനിതാ സ്വർഗ്ഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫസമിഅതു ഫീഹാ, ഞാൻ സ്വർഗ്ഗത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അതിമനോഹരമായ രീതിയിൽ ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. ഞാൻ വല്ലാത്ത അത്ഭുതപ്പെട്ടുകൊണ്ട് ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻഹാദാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഇത്രയും മനോഹരമായ രീതിയിൽ അതും സ്വർഗ്ഗത്തിന്റെ അകത്തളങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോ ഫഖാലു, ജിബ്രീൽ എന്നോട് പറയുകയാണ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, നബിയേ അത് ഹാരിസാണ്, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ആണ് നബിയേ. ഇത്രയും വലിയ ഭാഗ്യം ലഭിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? വകാന ബർനാസ ബി ഉമ്മിഹി, എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ അർഹതയുണ്ടെങ്കിൽ അത് ഹാരിസിനെ മാത്രമാണെന്ന് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തരികയാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ മരുമക്കളോട് പെരുമാറാൻ, നമ്മുടെ അമ്മായിമാരോട് പെരുമാറാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഭർത്താവിനോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മൾ പഠിക്കണം. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന മക്കൾ, നമ്മുടെ കൈ പിടിക്കുന്ന മക്കൾ ഉണ്ടാകണം. മക്കളെ ലാളിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കണം. ഈ വിധത്തിൽ നമ്മുടെ സ്നേഹം കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇമ്പമുണ്ടാവുകയാണ്, പരസ്പരം സ്നേഹം വർദ്ധിക്കുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കുടുംബ ജീവിതം കൊണ്ട് നാളെ സ്വർഗ്ഗലോകത്തും ഇമ്പത്തോടെ ഇമ്പമുള്ള ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.